മോർണിംഗ് അമേരിക്ക. ഇറാനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് വാതിൽ തുറന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കയെ വിളിക്കാമെന്ന് ട്രംപ്. സംസാരിക്കണമെങ്കിൽ ഇറാന് നേരിട്ട് തന്നെ ഫോണിൽ വിളിക്കാം. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. നടക്കുമെന്ന് കരുതിയ സമാധാന ചർച്ചകൾ നടക്കാതായപ്പോൾ ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെ: ഡ്രോണുകളുടെ മൂളിപ്പറക്കലും മിസൈൽ വർഷവുമില്ലാത്ത ദിനങ്ങളിലേക്ക് പശ്ചിമേഷ്യ ഉറങ്ങി എഴുന്നേറ്റിട്ട് 2 ആഴ്ച. നല്ല ദിനങ്ങൾ തുടരുമോ? തട്ടിയും മുട്ടിയും എത്ര നാൾ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്: തട്ടിയും മുട്ടിയും. ഇന്നത്തെ എന്റെ അതിഥികൾ: ഫോമർ വൈസ് പ്രസിഡന്റും സംരംഭകനുമായ ഷാലു പുന്നൂസ്, ബി.ജെ.പി. സപ്പോർട്ടറും അനലിസ്റ്റുമായ രാജീവ് ഭാസ്കർ, ജേർണലിസ്റ്റും റൈറ്ററുമായ വർഗീസ് കോരസൺ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ഷാലു പുന്നൂസിലേക്കാണ്. ഷാലു, എന്ത് കരുതുന്നു? ഈ 1ാം ഘട്ട ചർച്ച നടന്നു, അതിൽ കാര്യമായ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. 2ാം ഘട്ട ചർച്ച നടക്കുമെന്ന് നമ്മൾ കരുതി. ഇറാൻ സംഘം അവിടെ എത്തി. അമേരിക്കൻ സംഘം വരുന്നതിന് മുമ്പ് അവർ പോകുന്നു. ഇനി വീണ്ടും വരുമെന്ന് പറയുന്നു. അമേരിക്കൻ സംഘം പോകുന്നില്ല എന്ന് പറയുന്നു. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞ കഥ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ചർച്ച നടക്കുമോ? ചർച്ച തീർച്ചയായിട്ടും നടക്കും. സമാധാനം തീർച്ചയായിട്ടും പുനരാരംഭിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷെ അതിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ വളരെ സുപ്രധാനമാണ്. അണുവായുധം കംപ്ലീറ്റ്, അണുവായുധത്തിന് വേണ്ട യുറേനിയം കംപ്ലീറ്റ് ഇറാനിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന അമേരിക്കയുടെ ഒരു വാദമുണ്ട്. അത് വളരെ കാര്യങ്ങളായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാറ്റാത്തതാണ് മെയിനായിട്ടുള്ള ഒരു ചർച്ചയിൽ കോംപ്രമൈസ് ചെയ്യാത്തത് എന്നുള്ളതാണ് മെയിനായിട്ട് കാണാൻ സാധിച്ചത്. ഈ ഇറാനെ സംബന്ധിച്ചോളം കുറച്ച് കാലങ്ങളായിട്ട് ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഒരു നെറ്റ് വെച്ചിരിക്കുന്ന ഒരു ചലന്തിയാണ്. ആ ചലന്തി ഇങ്ങനെ നെറ്റ് വിരിച്ച് അവിടെ കാത്തിരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും അമേരിക്കയുടെ ഒരു വിമാനമോ അല്ല അമേരിക്കയുടെ ഏതെങ്കിലും പൗരന്മാരോ അതുവഴി കടന്നു പോകുമ്പോൾ അവരെ ആക്രമിച്ച് ചോര കുടിക്കുക, അല്ലെ അവരെ കീഴ്പ്പെടുത്തി വെച്ചിട്ട് വില പറയുക എന്നതായിരുന്നു ഇറാന്റെ ഇത്രയും കാലമായിട്ടുള്ള ഒരു പോളിസി. അത് ഇറാൻ ഒന്ന് ഈ എല്ലാ പ്രസിഡന്റുമാരുടെ സമയത്തും, അതായത് ക്ലിന്റന്റെ സമയത്താണേലും ഒബാമയുടെ സമയത്തായിരുന്നാലും ബുഷിന്റെ സമയത്തായിരുന്നെങ്കിലും ഇപ്പൊ ട്രംപിന്റെ സമയത്തായിരുന്നു, എല്ലാവരും ഇറാനെ ഒരു തീവ്രവാദ രാജ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ നല്ല രീതിയിൽ ഏകദേശം 2000-ഓളം പട്ടാളക്കാരെ വകവരുത്തുന്നതിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പങ്കുവച്ച ഒരു രാജ്യമാണ് ഇറാൻ. നമുക്കറിയാം, നമ്മുടെ ഇറാഖ് യുദ്ധ സമയത്ത് ഏകദേശം 600-ഓളം പട്ടാളക്കാരെ, അമേരിക്കൻ പട്ടാളക്കാരെ വധിക്കാനായിട്ട് കൂട്ടുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വധിച്ച ഒരു രാജ്യമാണ് ഇറാൻ. അതുപോലെ തന്നെ ഒബാമയുടെ സമയത്ത് 4ഓളം ഡിപ്ലോമാറ്റുകളെ തട്ടിക്കൊണ്ടുപോവുകയും ആ ഡിപ്ലോമാറ്റുകളെ വിട്ടുകിട്ടാനായിട്ട് വില പേശുകയൊക്കെ ചെയ്തു. ഈ ക്ഷയിച്ചിരുന്ന ഇറാനിലേക്ക് ഏകദേശം $1.7 ബില്യൺ എന്ന ഒബാമയുടെ സമയത്ത് കൊടുക്കുകയും അതുപോലെ ഇറാന്റെ സാങ്ഷൻസ് ഒക്കെ മാറ്റുകയും ചെയ്തപ്പോൾ ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കുകയും ഇറാൻ വീണ്ടും യുറേനിയം സംഭരിക്കാൻ തുടങ്ങുകയും അത് ഏകദേശം അണുവായുധത്തിന്റെ ഏകദേശം ആ അടുത്ത രൂപത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോഴാണ് ട്രംപ് അവിടെ ആക്രമണം നടത്തിയത്. ഇറാന് അണുവായുധം കിട്ടുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യം അവിടെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്, സമീപത്തുള്ള കുവൈറ്റ് ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ലെബനാൻ, അതുപോലുള്ള സൗദിയിലുള്ള സമീപ ഉള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമേരിക്കയുടെ യുദ്ധം ചെയ്യണം, അമേരിക്ക യുദ്ധം ചെയ്യാൻ പറയാം. അയലോകത്ത് കിടന്ന പാവപ്പെട്ട രാജ്യങ്ങളുമായിട്ട് എന്തിനാ? അവർക്ക് സൈനിക ശേഷി കുറവായതുകൊണ്ടല്ലേ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അത് തന്നെയാണ് നമ്മുടെയും ചോദ്യം. കാരണം വളരെ സമാധാനത്തോടുകൂടെ വികസനത്തിൽ മാത്രം ഊന്നി സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മറ്റെത്രയോ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന ബഹ്റൈൻ ആണെങ്കിലും UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഒക്കെ. അവർ വികസനത്തിന്റെ പാതയിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടി ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചത് ആരാണ്? തീർച്ചയായിട്ടും അത്
അമേരിക്കയായിട്ട് യുദ്ധം ഉണ്ടെങ്കിൽ അമേരിക്കയായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാം. രണ്ടാമത്തെ കാര്യം, അവിടെ ഹോർമോസ് കടലിടുക്കുകളിൽ പോകുന്ന ഓരോ രാജ്യത്തിന്റെ കപ്പലിനും അവിടെ പിഴ അടയ്ക്കേണ്ട അല്ലെങ്കിൽ ഇറാന് കപ്പം കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് അമേരിക്ക സ്വന്തമായിട്ട് ഹോർമോസിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കിയത്. അങ്ങനെ അമേരിക്കയുടെ ബ്ലോക്കേജ് വന്നപ്പോഴത്തേക്കിന് ഇപ്പൊ ഇറാനിലേക്ക് കപ്പലുകൾ പോകാതായി. അപ്പൊ ഇറാന് ഒന്നെങ്കിൽ എല്ലാവർക്കും തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം എല്ലാവരും പറയും എണ്ണയുടെ വില കൂടി. ഇപ്പൊ ഞങ്ങളൊക്കെ അമേരിക്ക താമസിക്കുന്നത്. അമേരിക്കയിലെ ഒരു സാധാരണ മനുഷ്യന്റെ സാലറി എന്ന് പറഞ്ഞാൽ മണിക്കൂർ $20 ഉണ്ട്. 2 മണിക്കൂറിന്റെ സാലറി ഉണ്ട്, ഒരാഴ്ച ഒരു പെട്രോൾ അടിക്കാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇറാനിലെ അവസ്ഥ അതല്ല. ഇറാനിലെ ആളുകള് അതിർത്തി വഴി ടർക്കിയിലേക്ക് പാരായണം ചെയ്തിട്ട് ടർക്കി പോയിട്ടാണ് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ഇറാൻ മാറ്റിക്കൊണ്ടിരിക്കുക. മാധ്യമങ്ങളിൽ പറയുന്നത് അമേരിക്ക യുദ്ധത്തിൽ തോറ്റു, ഇറാൻ ജയിച്ചു എന്നൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ സ്ഥിതി അത് വളരെ വ്യത്യാസമാണ്. ഇറാന്റെ പരമോന്നത നേതാക്കന്മാരെല്ലാവരും തന്നെ മരിച്ചുപോയി. ഇപ്പൊ ആരാണ് ഇറാനെ നയിക്കുന്നത്, ആരാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആർക്കും അറിയത്തില്ല. ഇത് ഈ രാത്രിയില് പട്ടാളക്കാർ കള്ളടിച്ചിട്ട് 4 കൊല്ലോട്ടും ആണവായുധങ്ങൾ വിടുന്നത്, ഒന്ന് കുവൈറ്റിൽ പോകുന്നു, ഒന്ന് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷേ ശാലു, ഈ പറയുന്നത് പോലെ യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജയവും തോൽവിയും ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അതിൽ ആര് ജയിക്കാൻ ആര് തോൽക്കാൻ എല്ലാ ഭാഗത്തും നഷ്ടമുണ്ടാകുന്നു. ശ്രീ വർഗീസ് കോരസൻ, നമുക്ക് ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം അത് എത്രത്തോളം അകലെയാണ് എന്ന ചോദ്യം കൂടെ നിലനിൽക്കുകയാണല്ലോ ഇപ്പോൾ. ഈ കോൺവെർസേഷന്റെ ടൈറ്റിൽ വളരെ നല്ലതാണ്, തട്ടിയും മുട്ടിയും. അത് നമ്മുടെ ഈ നെഗോഷിയേഷൻസ് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ ഒരു ചോദ്യം. ആക്ച്വലി ഇതൊരു ആക്റ്റീവ് കോൺഫ്ലിക്റ്റ് ആണ്, ഒരു അൺഡിക്ലെയർഡ് വാറാണ്. ഇത് US കോൺഗ്രസിന്റെ അപ്രൂവൽ എടുത്തിട്ട് ഡിക്ലെയർ ചെയ്തൊരു വാറല്ല. എങ്കിൽ പോലും ഇത് യുദ്ധത്തിന്റെ എല്ലാ മുഖങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീസ് ഫയർ കൊണ്ട് തീർക്കാവുന്ന ഒരു സാഹചര്യമല്ല ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്നത്. സീസ് ഫയറിനായിട്ടുള്ള നെഗോഷിയേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ തട്ടിയും മുട്ടിയും പോകുന്നു പറയുന്നത്. സീസ് ഫയർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന 2 അതിശയകരമായ ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇത് നടക്കുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാക്ടിക്കലായിട്ട് നടക്കാനുള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആരാണ് ഈ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാൻ നമുക്കറിയാം, അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒസാമ ബിൻ ലാഡനെ സംരക്ഷിച്ച ഒരു രാജ്യമാണ് അത്. അവരാണ് ഇപ്പോൾ അമേരിക്കയുടെ നെഗോഷിയേഷൻസിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. അപ്പം പാകിസ്ഥാനും ഇറാനും കൂടെയുള്ള ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അവരുടെ ഒഫീഷ്യൽ പൈപ്പ് ലൈന് പാകിസ്ഥാനിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നാച്ചുറൽ ഗ്യാസിന്റെ പൈപ്പ് ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ പാകിസ്ഥാനിൽ കൂടെയുള്ള ചൈനയ്ക്കുള്ള കച്ചവടവും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഈ എനർജി സോഴ്സ് അവർ വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാനും ഇറാനുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വൺ സൈഡായിട്ട് നിന്ന് അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പാകിസ്ഥാന്റെ ക്രെഡിബിലിറ്റി ആണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഇലക്ടഡ് പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതുകൂടാതെ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫായിട്ടുള്ള അസീം മുനീറിനെ നേരിട്ട് വിളിച്ചിട്ട് ഈ ഡിപ്ലോമാറ്റിക് കുപ്പായം അണിയിപ്പിച്ചു വിടുന്നു. അതൊക്കെ ഒരു ഷെയ്ഡി ഡീലാണ് നടക്കുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാകും അല്ലെങ്കിൽ അതിന്റെ അന്തസ്സത്ത എന്താന്നുള്ളത് ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, പ്രസിഡന്റ് ട്രംപിന്റെ മരുമകനായിട്ടുള്ള ജാരഡ് കുഷ്ണർ ട്രംപിന്റെ സണ്ണിലോ, അദ്ദേഹം മുൻകൈ എടുത്താണ് എബ്രഹാം അക്കോർഡൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റ് അല്ല, ഒരു പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും എക്സ്പെർട്ടൈസും ഇല്ലാത്ത ഒരാള് ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് മിറക്കിള് സംഭവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കുവാണെങ്കിൽ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് ഡീൽ മേക്കിങ്ങിൽ ഒരു അൺകൺവെൻഷണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്, ഗീവ് എ ചാൻസ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അഫിനിറ്റി പാർട്ട്നേഴ്സില് സ്വന്തം ബിസിനസ്സിൽ $6 ബില്യൺ റേസ് ചെയ്തതിൽ $2 ബില്യൺ സൗദി അറേബ്യയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി UAEയും ഖത്തറും എല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും 5 ബില്യൺ കൂടെ ഇത് ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന്. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ ഡിപ്ലോമാറ്റായിട്ട് പോകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള പണശേഖരണം കൂടെ നടക്കുമ്പോൾ ഇതിന്റെ ഈ നെഗോഷിയേഷന്റെ അന്തസ്സത്ത അത് വളരെയധികം സംശയമാണ്. പിന്നെ എനിക്കിനകത്ത് വേറൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്,
പാകിസ്ഥാനില് ഇതിനകത്ത് വാറ് തുടങ്ങിയിരിക്കുന്ന അമേരിക്കയും പിന്നെ ഇസ്രായേലും കൂടെ കൂടിയാണ്. പക്ഷെ ഇപ്പൊ വേർ ഈസ് ഇസ്രായേൽ? ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെ ഒരിക്കലും പാകിസ്ഥാൻ എന്ന രാജ്യം റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അവരെ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇതുവരെ അവരുടെ ഒരു നെഗോഷിയേഷനിലും അവരുടെ ഡിപ്ലോമാറ്റിക് യാതൊരു മൂവ്മെന്റും പാകിസ്ഥാനും ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് ഇസ്രായേൽ നോ ഡിപ്ലോമാറ്റിക് ഡീൽ. അവരാണിപ്പോൾ ഈ ഡീല് നെഗോഷിയേറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഇഷ്യൂ ബിറ്റ്വീൻ US ആൻഡ് ഇറാൻ എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ട് ഇസ്രായേലിനെ ഇതിനകത്തുനിന്ന് മാറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ ഇതിനകത്ത് സ്കൂപ്പ് ആയിട്ട് വെളിയിൽ പോവുകയാണ്. അതാണ് ഇതിനകത്ത് വേറൊരു അതിശയം. പിന്നുള്ളത് ഹൂ കൺട്രോൾസ് ദി സ്റ്റേറ്റ് ഓഫ് ഹോമസ്. ഇപ്പൊ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? സീസ്ഫയർ ഇസ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഐ ഡോണ്ട് തിങ്ക് ഈ നെഗോഷിയേഷൻസ് ഇസ് നോട്ട് ഗോയിങ് എനിവെയർ. ഈ തട്ടി മുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഒരു സീസ്ഫയർ വേണമെങ്കിൽ ഒരു മിഡിൽ മാൻ രണ്ടുപേർക്കും ലോകത്തിന് മുമ്പില് മാധ്യസ്ഥം വഹിക്കത്തക്ക രീതിയിലുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ് വേണ്ടി. ആ ന്യൂട്രൽ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് UN അല്ലെങ്കിൽ നേറ്റോ ഏതെങ്കിലും അങ്ങനെയുള്ള ശക്തികളായിരിക്കണം. അവർക്കൊരു അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല. അവർ ഈ ഫീൽഡിൽ വന്നിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംശയകരമായിട്ടുള്ള സാഹചര്യത്തിൽ തട്ടിയും മുട്ടിയുമുള്ള നെഗോഷിയേഷൻസ് എങ്ങും ചെന്നെത്തില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ ആദ്യത്തെ ടേക്കിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ശ്രീ രാജീവ് ഭാസ്കർ, ഇപ്പോൾ ശ്രീ വർഗീസ് കോർസൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്ന എല്ലാ ലോകരാജ്യങ്ങൾക്കും അഭിമതരായിട്ടുള്ള ഒരു മീഡിയേറ്റർ വേണം. അത് തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയ്ക്ക് അപ്പുറമായിട്ട് മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN എന്തുകൊണ്ടോ ഇപ്പോൾ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. UN സംസാരിക്കുന്നുണ്ടോ, സ്വന്തമായ ഒപ്പീനിയൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത പാകിസ്ഥാനാണ് ഒരു മീഡിയേറ്റർ ടേബിളിലേക്ക് US-നെയും ഇറാനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഏറ്റവും ഫലപ്രദമായി ഇത് നടത്താൻ സാധിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ അത് വിനിയോഗിച്ചില്ല? ഇന്ത്യ ഒരു മീഡിയേറ്റർ പൊസിഷനിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ പശ്ചിമേഷ്യൻ സമാധാനം എന്ന് പറയുന്ന ആ ദൂരം കുറച്ചുകൂടെ കുറയ്ക്കാനാവുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധത്തിന്റെ ഇമ്പാക്ട് ഏറ്റവും അധികം ബാധിക്കുന്ന ലോകത്തിലെ 5 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അധികം ഇമ്പാക്ട് ഏറ്റുവാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള സെക്ടേഴ്സൊക്കെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്. ഒന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി ബന്ധമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇന്ത്യക്ക് ഇല്ലെങ്കിൽ പോലും സാമ്പത്തികമായിട്ടും ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പാക്ട്, ഫുഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒരുപാട് രീതിയിൽ ഇന്ത്യയിലേക്ക് പ്രധാനപ്പെട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂവൽ ക്രൈസിസ്, ഗൾഫാണ് ഇന്ത്യയുടെ 89-90% വരെ നമ്മുടെ ക്രൂഡ് ഓയിൽ നമ്മുടെ സപ്ലൈ ചെയ്യുന്ന ആ ഏരിയ അവിടെ നിന്നുള്ള സപ്ലൈസ് ആണ്, കൺട്രീസ് ആണ്. അതുപോലെ ഏകദേശം 90-95% വരെ LPG വരുന്നത് നമ്മുടെ കുക്കിംഗ് ഗ്യാസ്, നമ്മുടെ നിത്യദാന ചെലവുകൾക്ക് നിത്യദാന കർമ്മങ്ങൾക്കും ആവശ്യമുള്ള LPG വരുന്നത് ഇതാണ്. ഈ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കറൻസി, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ US കറൻസി ഏകദേശം റെക്കോർഡ് ലോയിലേക്കാണ്. US കറൻസി ഇന്ത്യൻ റുപ്പിയും കൂടെ നോക്കുകയാണെങ്കിൽ 90-95 മാർച്ച് 26 ഏറ്റവും വലിയ. അതുപോലെ തന്നെ ഓയിൽ പ്രൈസ്, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിന്റെ ഏറ്റവും നമ്മുടെ നാട്ടിലെല്ലാം വരുന്ന സെറാമിക് ടൈൽസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഗുജറാത്തിലാണ്. സെറാമിക് ഏരിയ, സെറാമിക് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, നമ്മുടെ യൂറിയയുടെ എക്സ്പോർട്ട് കംപ്ലീറ്റ് വരുന്നത് ഗൾഫ് കൺട്രികളിൽ നിന്നാണ്. ജെംസ് ആൻഡ് ജ്വല്ലറി, ഇതൊരു വിഭാഗത്തിൽ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഇത്. രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് റിട്ടേൺ ഓഫ് ഗൾഫ് എന്ന് പറയുന്നത്, ഗൾഫിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദുബായ്, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ റീജിയണൽ പ്രോജക്റ്റ് നിർത്തലാക്കിയത് കൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ അയക്കുന്ന പൈസ, റെമിറ്റൻസ്, അതെല്ലാം, അതുപോലെ തന്നെ ഇന്ത്യൻ കാഷ്വാലിറ്റീസ്, ഇന്ത്യൻ ഷിപ്പ് കിട്ടുന്ന കാഷ്വാലിറ്റീസ്, ഇതെല്ലാം തന്നെ ഫെർട്ടിലൈസർ ഷോർട്ടേജ്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഇതെല്ലാം അതുപോലെ $10 കുറയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ നമ്മുടെ ഓയിൽ ഗ്യാസ് പ്രൈസിന് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി സർക്കാരിന് എല്ലാ 1 ലിറ്ററിനും 10 രൂപ വെച്ച് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു. അപ്പൊ എല്ലാ വിധത്തിലും നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും അധികം ഇമ്പാക്ട്. എന്തുകൊണ്ട് ഇന്ത്യ മീഡിയേറ്റർ ടേബിളിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യം വളരെ രസകരമാണ്. ആ ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബന്ധപ്പെട്ട 2 കക്ഷികൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ്
ഏപ്രിൽ മുതലുള്ള നമ്മുടെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സീസ്ഫയർ ഉണ്ടാകുന്നു 7-8, അത് കഴിഞ്ഞിട്ട് നമ്മൾ 11-12 ആദ്യത്തെ പീസ് ടോക്കിൽ പ്രശ്നം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് എസ്കലേഷൻ പിന്നെ ഉണ്ടാകുന്നു, വെഹിക്കിൾ പിടിക്കുന്നു, ഹോർമസ് കടലിൽ. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ ഹമാസ് മുതലായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇസ്രായേലും US ആയിട്ടുള്ള എപ്പോഴും മീഡിയേറ്റർ ആയിട്ട് റോളിൽ വരിക്കുന്ന ഖത്തറായിരുന്നു. ഖത്തറാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ റോൾ. അവരും നിശബ്ദമാണ്. ഗൾഫ് കൺട്രീസ് എല്ലാം നിശബ്ദമായിരിക്കുകയാണ്, ഇന്ത്യയും നിശബ്ദമാണ്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപാണ്, നമ്മുടെ അമേരിക്കൻ US പ്രസിഡന്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, നേരത്തെ പറഞ്ഞ പോലെ ജലാർ കുഷ്ണർ, സ്റ്റീവ് സ്പെഷ്യൽ എൻവോയ്, അതുപോലെ പീറ്റ് സെക്രട്ടറി ഓഫ് ഡിഫൻസ്. ഇതാണ് ഒരു സൈഡിൽ ഡിബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇറാന്റെ ഭാഗത്താണെങ്കിൽ മേജർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ആകപ്പാടെ 2 പ്രധാനപ്പെട്ട നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്ന അബ്ബാസ് അരഗാച്ചി, അതുപോലെ തന്നെ അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫു ആണ്. ഇവർ രണ്ടുപേരും മാത്രമേ പൊളിറ്റിക്കൽ ലീഡറും. പിന്നെ ഉള്ളത് നമ്മുടെ അവരുടെ IRGC ലീഡർ എന്ന് പറയുന്നത് അഹമ്മദ് വഹീദിയാണ്. അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ട്രംപിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയുന്നു 2 ആഴ്ച കഴിയുമ്പോൾ വീയും, അത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പീസ് ടോക്ക് മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഇറാൻ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ നിർത്തലാക്കിയിരുന്നു, ഒരു ഇന്ത്യ സുഹൃത്താണെന്ന് പറയുന്നു. പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് നമ്മുടെ ഇന്ത്യൻ കപ്പലുകളൊക്കെ പിടിക്കുന്നു. അപ്പോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, മേജർ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒന്നും തന്നെ വ്യക്തമായ നിലപാടുകളില്ല, വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ല, എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ല. അങ്ങനെ ഇരിക്കെ തന്നെ അതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് 2 സ്വബോധമില്ലാത്ത ആ ഒരു പ്രയോഗം നടത്തുന്നതിൽ ക്ഷമിക്കണം, സ്വബോധമില്ലാത്ത 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത 2 പേര് വഴക്ക് പിടിക്കുമ്പോൾ അതിന്റെ നടുക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊരു കോമാളി വേഷം കെട്ടാൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ആ മീഡിയേറ്റർക്ക് ഒരു സ്റ്റേബിൾ ഗ്രൗണ്ട് അവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഈ സ്റ്റേബിൾ ഗ്രൗണ്ട് നമുക്ക് അതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് മാത്രമല്ല, ഇത് മീഡിയേറ്റർ ആകാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റും അതുപോലെ ഒരു ലാക്ക് ഓഫ് എക്സിറ്റ് വ്യക്തമാണ്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലീഡർലെസ് അവസ്ഥയാണെന്ന് പറയുന്നു. ഇറാനിലെ തന്നെ ചില ചുവർച്ചിത്രങ്ങളിൽ, ഏറ്റവും പുതിയതായി വന്ന ചുവർച്ചിത്രങ്ങളിൽ മുജ്തബ ഖമനയെയും രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രവും വെച്ചിരിക്കുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ പ്രതികരിക്കുന്നില്ല. മറ്റൊരു വശത്ത് IRGC അബ്ബാസ് അരാഗ്ചിക്കും ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും എതിരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഭരിക്കുന്നത്, ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ഉറപ്പല്ലാത്ത ഒരു അവസ്ഥയാണ്. ശ്രീ ഷാലു പുന്നൂസ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ ഒരു എന്താ പറയുന്നത് സ്ഥിരതയില്ലാത്ത വ്യക്തി എന്ന് കാണുമ്പോഴും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ്സ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന മോഹം ഉള്ളിൽ ഒളിപ്പിച്ച് 1987 അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിലൊക്കെ നടത്തിയ അഡ്വർടൈസ്മെന്റ്സ് നമുക്കറിയാം. 1987 ഇറാൻ ഓയിൽ ഉപയോഗിക്കണമെന്ന് ബാർബറ വാൾട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ കാൽക്കുലേറ്റഡ് മൂവ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ എതിരാളികളെ കൺഫ്യൂസ്ഡ് ആക്കാനോ മറ്റോ ആയിരിക്കാം ട്രംപ് ഈ മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. നമുക്കറിയില്ല എന്തായിരിക്കാം ട്രംപിന്റെ മനസ്സിലിരിപ്പ്. അല്ല, ട്രംപിന്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ 100% ഉണ്ട്. കാരണം അമേരിക്ക ഇത്രയും കാലം കണ്ടിട്ടുള്ള പ്രസിഡന്റുമാർ മോശമെന്നല്ല, അവരെ പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരൊക്കെ ഒരുപടി മുന്നിൽ അമേരിക്കയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി എക്സ്ട്രീം ആയിട്ടുണ്ട്, അതിന്റെ പേരിൽ ചില ബാക്ക് ഫയറിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ ചർച്ചയ്ക്കായിട്ട് ചൂസ് ചെയ്ത രാജ്യത്തിന്റെ കാര്യത്തിൽ, പാകിസ്ഥാന്റെ കാര്യത്തിൽ, പാകിസ്ഥാനെ ഇസ്രായേലിന് പോലും താല്പര്യമില്ലാത്ത ഒരു രാജ്യമാണെന്ന് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഈ അവിടെ പോയേക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ JD വാൻസ് വൈസ് പ്രസിഡന്റ്, നല്ല ഒന്നാന്തരം കാഴ്ചപ്പാടുള്ള, നല്ല വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് JD വാൻസ്. അദ്ദേഹത്തിന്റെ കൂടെ പോയേക്കുന്നത് ട്രംപിന്റെ വരുവാൻ ജെറാൾഡ് കുഷ്നർ എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ $multi-million ബിസിനസ് ഹാൻഡിൽ ചെയ്യുകയും അതുപോലെ മിഡിൽ ഈസ്റ്റുമായിട്ട് വളരെയധികം പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ പക്ഷേ നല്ലൊരു ബിസിനസ്സുകാരനാണെന്നതൊരു മീഡിയേറ്റർ ടേബിളിൽ കൃത്യമായ ഡിപ്ലോമാറ്റിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമല്ല, ഇന്ന് വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ്സ്, ചിലപ്പോൾ മക്കളുടെയൊക്കെ പേരിൽ പല ആരോപണങ്ങളും വന്നെങ്കിലും ഇത്ര ഡയറക്റ്റായിട്ട് രാജ്യങ്ങളുമായുള്ള ബയലാറ്ററൽ റിലേഷൻഷിപ്പിൽ പോലും അത്തരത്തിലൊരു മകനെയോ അല്ലെങ്കിൽ കുടുംബാംഗത്തെയോ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ട്രംപിന്റെ മന്ത്രിസഭയില് മിഷൻ, അതായത് പീസ് മിഷൻ ഓഫ് എൻവോയില് എൻവോയായിട്ട് തെരഞ്ഞെടുത്ത ആളാണ് അദ്ദേഹം. അത് സമ്മതിക്കുന്നു.
പറഞ്ഞതെ വീട്ടിൽ നിന്ന് മരുമോനെ പറഞ്ഞു വിട്ടതല്ല, മരുമോനെ ട്രംപിന്റെ മന്ത്രിസഭയില് അംഗീകരിക്കപ്പെട്ട അർഹതപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വിനിയോഗിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ പോയത്. ആ സ്ഥാനം വിനിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഡിപ്ലോമസിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ശ്രീ വർഗീസ് കോർസൺ ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അമേരിക്ക പറഞ്ഞല്ലോ. 900 pounds ഓഫ് എൻറിച്ചഡ് യുറേനിയം, ആ യുറേനിയം ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ മാത്രമേ സമാധാന ചർച്ച ഉണ്ടാകത്തുള്ളൂ. യുദ്ധങ്ങൾ മുഴുവൻ ഉണ്ടായ അതിനു വേണ്ടിയാണല്ലോ. അപ്പൊ ഇറാൻ സംബന്ധിച്ചത് 5 വർഷത്തേക്ക് ഞങ്ങൾ ബോംബ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ്. അമേരിക്കയ്ക്ക് വേണ്ടതല്ല, കുറഞ്ഞ 20 വർഷമെങ്കിലും ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും 900 pounds ഓഫ് എൻറിച്ചഡ് യുറേനിയം അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യണമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാനെ സംബന്ധിച്ചോളം തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇറാൻ ഇന്നലെ ചർച്ചകൾ തന്നെ ഏകദേശം 9 മണിക്കൂർ നീണ്ടുപോയെന്ന് പറഞ്ഞു. കാരണം ഓരോ കാര്യങ്ങൾ ഇറാന്റെ ആൾക്കാർ ചോദിക്കുമ്പോഴും അവർക്ക് നേതൃത്വമെല്ലാം മരിച്ചുപോയി. അപ്പൊ അവര് വിളിച്ചിട്ട് അവിടെ വിളിച്ച് കൺഫേം ചെയ്ത് അപ്രൂവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെയാണ് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത്. ഇത് കൃത്യമായിട്ട് ഇറാനിൽ നിന്ന് ഒരു ഭരണകർത്ത വരാത്രത്തോളം കാലം ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോകും. ഇറാനിൽ നിന്ന് തീരുമാനം എടുക്കാനായിട്ട് ഇറാന്റെ ഒരു അധികാരമുള്ള ഒരാൾ ചർച്ചയ്ക്ക് വരണം. ട്രംപ് അതല്ലേ പറഞ്ഞേ, ഇത് തമാശയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സമയങ്ങളെ ഞങ്ങൾക്കില്ല, നിങ്ങൾ വ്യക്തമായിട്ട് ഇറാനിൽ നിന്ന് ഒരു വ്യക്താവിനെ അയക്കി, അപ്പൊ ചർച്ച പുനരാരംഭിക്കുക. ചർച്ചയ്ക്ക് തയ്യാറാണ്. പുള്ളി സീസ് ഫയർ നീട്ടിയല്ലോ, വെടിവെപ്പ് നിർത്തിവെച്ചല്ലോ. ഓക്കെ, ശ്രീ വർഗീസ് കോർസൺ, അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ഒന്ന്, അവിടെ നേതാക്കന്മാരില്ലാത്ത ആരോട് ചർച്ച ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. രണ്ട്, ഈ ചർച്ച ചെയ്യാൻ വരുന്ന അബ്ബാസ് അരാഗ്ചി ആണെങ്കിലും അവരുടെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും അവരെ IRGC അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടം മിതവാദികൾ, ഒരു കൂട്ടം തീവ്രവാദികൾ, അങ്ങനെ അവിടെ മൊത്തം കാര്യങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു രാജ്യവുമായി ഏത് രീതിയിൽ ചർച്ച നടത്തും, ഏത് രീതിയിൽ ഒരു പരിഹാരം സാധ്യമാവും? മുഖമില്ലാത്ത ഒരു ഇറാനാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഇവര് രണ്ടുപേരെയും അവശേഷിപ്പിക്കുന്ന ഈ 2 മുഖങ്ങളെങ്കിലും വേണമല്ലോ നെഗോഷിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതവും കട്ടപ്പോയായിരുന്നു. അവരെ ടാർഗറ്റ് ചെയ്തായിരുന്നു, അവരെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം ആരെങ്കിലും ഒരു ജനകീയ മുഖം വേണമല്ലോ ഒരു രാജ്യത്തിന്. അതുകൊണ്ട് മാത്രം അവർ നിലനിൽക്കുന്നത്. ട്രംപിന്റെ കാര്യം പറഞ്ഞ്, ട്രംപ് വളരെ അൺകൺവെൻഷണൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ആ രീതി ചിന്തിക്കുന്നതാണ്. അതിനൊരു ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ദീർഘദൂര രീതിയിൽ വളരെയധികം മെച്ചമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ട്രംപിനെ ഒരിക്കലും ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം വരുന്നില്ല. പക്ഷേ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങളും പോളിസികളും വളരെയധികം, ഇപ്പം വെനസ്വേലയിൽ നിന്ന് പിന്നെ മക്കാഡോയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം അഡ്മിനിസ്ട്രേഷനാണ് ആ രാജ്യത്തെ റൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ചേഞ്ചും വരുന്നില്ല. അവർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പൊ ഇറാനിലെ റഷ്യൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ അയത്തുള്ള ഖൊമൈനിയെ വധിച്ച് കഴിഞ്ഞ് വീണ്ടും ഈ മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇറാനിലെ ഈ അവിടുത്തെ ആൾക്കാരെ വീണ്ടും കൊന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്താ നേട്ടം എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ വെനസ്വേലയിലെ കാര്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, വെനസ്വേലയിലെ ഓയിലിന്റെ കൺട്രോൾ അമേരിക്ക ഏറ്റെടുത്തു. അത് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അമേരിക്കയുടെ ചിറകിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പിന്നെ വെനസ്വേലയിലെ ചൈനയും റഷ്യയും കൂടെ ഓപ്പറേറ്റ് ചെയ്ത ചില സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിനെ പാടെ തീർത്തു. അത് ട്രംപിന്റെ ഒരു ഏറ്റവും നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെ പോകുന്ന ഓയിലിന്റെ റവന്യൂ, ഓയിലിന്റെ പാസേജ്, അതിന്റെ കൺട്രോള് ഇറാൻ തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ കൺട്രോളിൽ അമേരിക്കയ്ക്ക് ഒരു സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഒരിക്കലും അമേരിക്ക ആ ഭാഗത്തു നിന്ന് പിൻവാങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോകത്തിലെ 5-1 ഓയിലിന്റെ ഫ്ലോ അവിടെ കൂടെ നടക്കുകയാണ്. അതിന്റെ കൺട്രോൾ, അതിന്റെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് അവിടുത്തെ കാര്യം. പക്ഷെ ലോക്കൽ അമേരിക്കയിലെ കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അമേരിക്കയിലെ ഇലക്ഷൻ വരുന്നുണ്ട്, മിഡ് ടേം ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ പോളിസി ഈ നവംബർ കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് കുറെ കൂടെ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഡെമോക്രാറ്റിക് സൈഡിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ വീണ്ടും ഇംപീച്ച്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലോക്ക് ട്രംപിന്റെ പ്രവർത്തനങ്ങളിൽ വരാനുള്ള വലിയ വലിയ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പം ട്രംപ് എടുത്തേക്കണ ഒരു വളരെ രസകരമായിട്ടൊരു നിലപാട് ഈ നമ്മൾ കണ്ടു. ക്രിസ്തുവിന്റെ ഒരു രൂപത്തില് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഇവാഞ്ചലിസ്റ്റിന്റെ ഇടയിൽ അത് വളരെയധികം ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കി. നമ്മളിപ്പോ ട്രംപിനെ സാധാരണ അമേരിക്കയിലെ 39% ആൾക്കാരുടെ അപ്രൂവൽ ഇപ്പോഴും ഉള്ളൂ. പക്ഷെ അതേസമയം വെള്ളക്കാരായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റിന്റെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 70% വൈറ്റ് ഇവാഞ്ചലിസ്റ്റ്
അവരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ശക്തമായിട്ടുള്ള ലോബി. അവർ ഏറ്റവും കൂടുതൽ 70% ആൾക്കാര് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ജീസസിന്റെ പടം വെച്ചിട്ട് ട്രംപ് വേഷം മാറി വരുന്നു. അത് കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ജീസസ് അല്ല, ഞാൻ ഡോക്ടറായിട്ട് ആക്ട് ചെയ്യാൻ വരുന്നു. ആർക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്റെ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു, ആശുപത്രിയുടെ പശ്ചാത്തലമായിരുന്നു, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ രാജീവ് ഭാസ്കറിലേക്കൂടെ പോവുകയാണ്. ശ്രീ രാജീവ് ഭാസ്കർ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എൻ്റെ ഫ്രണ്ടാണ്, നല്ല രാജ്യമാണ്, പലപ്പോഴും ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ പുകഴ്ത്തി പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പോഡ്കാസ്റ്റർ പങ്കുവെച്ച ഇന്ത്യയെ കുറിച്ച് വളരെ മോശം പരാമർശമുള്ള ഹെൽ ഹോൾ എന്ന് വിളിക്കുന്ന ആ ഒരു പോസ്റ്റ് ട്രംപ് പങ്കുവെച്ചത്. എന്തായിരിക്കും അതിന് കാരണം? നേരത്തെ പറഞ്ഞ പോലെ വളരെ കോംപ്ലക്സും അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ബുദ്ധിശീലനാണെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടി അദ്ദേഹം ചിലപ്പോൾ ഒരു ഉന്മത്തനെ പോലെയോ ചിലപ്പോൾ ഇന്ന് പറയുന്നത് നാളെ പറയുകയോ വളരെ വളരെ രസകരവും വളരെ ഒരുപക്ഷെ ഒരു പ്രസിഡന്റ് കിട്ടുന്ന രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഇദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷതകളും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹം സാധിച്ച കാര്യങ്ങളൊക്കെ ഒരു റിസർച്ച് ടോപ്പിക് ആയിട്ട് തന്നെ ഒരു ഹ്യൂമാനിറ്റീസിന് എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണെന്ന് തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരിക്കലും ആ പ്രസ്താവനയുടെ മുഖവിലയ്ക്കൊന്നും എടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇപ്പൊ കഴിഞ്ഞകാല പ്രവൃത്തികളും അപ്പൊ അദ്ദേഹം ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും ഫ്രണ്ട് ആണില്ലെന്ന് പറഞ്ഞാലും അദ്ദേഹം എന്താണ് ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഒരു വളരെ ഈ ഒരു യുദ്ധത്തില് വളരെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയില് എല്ലാവർക്കും നേരത്തെ പറഞ്ഞല്ലോ, ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് മധ്യസ്ഥം പറയാനായിട്ട് ധൈര്യമുള്ള ആരാണെന്നുള്ളത്, ആർക്കാ ധൈര്യം പറയാൻ പറ്റും? അദ്ദേഹത്തിന് വേണ്ടി മധ്യസ്ഥം പറയാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വളരെയധികം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ലോകം, എവരി എക്കോണമി, എവരി കൺട്രി, എവരി നേഷൻ ഈസ് ഗോയിങ് ബ്ലീഡിങ് റൈറ്റ് നൗ. സോ അറ്റ് ദിസ് പോയിന്റ് 2-3 മാസങ്ങൾക്കുള്ളിൽ ഇതിന് ഇപ്പൊ ഒരു യുക്രൈൻ റഷ്യ യുദ്ധം പോലെ വർഷങ്ങളോളം ഇത് ഉമിച്ചും ചിലപ്പോൾ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. അതിന് ഒരു സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻഡ് ഇതിന് വരും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു സെക്കൻഡ് ഫേസിൽ ഇറാനെ ഒന്നുകൂടെ തകർത്ത് കളയാനുള്ള ഒരു ടൈം ബൗണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടൈം ബൈറ്റ് ചെയ്യാനുള്ള ഒരു ഫേക്ക് തിങ് ആയിരിക്കാം ഒരുപക്ഷെ. നമുക്ക് പ്രവചിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്തായാലും ശരി, യുദ്ധം നീളുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. റഷ്യ യുക്രൈൻ യുദ്ധം പോലെയല്ല. അപ്പോ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നീണ്ടുപോവാതിരിക്കട്ടെ, അത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഷാലു പുന്നൂസ്, ശ്രീ വർഗീസ് കോരസൻ ആൻഡ് ശ്രീ രാജീവ് ഭാസ്കർ. എന്തിനു വേണ്ടിയായിരുന്നു ഈ സംഘർഷം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാനായിരുന്നോ അതോ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനായിരുന്നോ? ഇപ്പോഴും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഒപ്പം തന്നെ ഇരു കൂട്ടരും സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് അതിന് തടസ്സം നിൽക്കുന്നത്? അക്കാര്യത്തിലും വ്യക്തതയില്ല. ഇതിലൊക്കെ വ്യക്തതയുണ്ടാവട്ടെ. അടുത്ത ആഴ്ചയെങ്കിലും മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനും സമാധാനം പുലരുന്ന പശ്ചിമേഷ്യയെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് ഇടവരട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.